നമ്മുടെ ലാലേട്ടന് ഓസ്ട്രേലിയയിലേക്കുള്ള വിസ കിട്ടിയില്ല, സ്റ്റേജ് ഷോ നടന്നില്ല എന്നുള്ള ന്യൂസ് എല്ലാവരും കേട്ട് കാണും. എല്ലാവരും ആശ്ചര്യപ്പെടുന്നുണ്ടാവും എന്തുകൊണ്ട് ലാലേട്ടനെ പോലെ ഒരാൾക്ക് വിസ കിട്ടിയില്ല, വെൻ ഓൾ ഹിസ് ടീം മെമ്പേഴ്സ് ഗോട്ട് എ വിസ. ഇതൊരു വലിയ ചോദ്യമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു സംശയം തോന്നിയാൽ ഒരു കാര്യം, നമ്മൾ വ്യക്തമാക്കി എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെങ്കിലേ വിസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കള്ളത്തരമോ എന്തെങ്കിലും ചേഞ്ചോ ഉണ്ടെങ്കിൽ വിസ കിട്ടാതിരിക്കാം, റിജക്റ്റ് ആവാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചു എന്നല്ല, അതിനൊന്നും എനിക്ക് ആധികാരികമായ തെളിവില്ല. എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പം നമ്മൾ വീഡിയോസ് പരിശോധിച്ച് കഴിഞ്ഞാൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആധികാരികമായ സോഴ്സിൽ നിന്നാണോ വീഡിയോ ചെയ്തതെന്ന് അറിയില്ല. ഞാൻ ഏതായാലും ഈ ഇവൻറ്റ്സ് നടത്തിയ കായൽ ഇവൻറ്റ്സുമായിട്ട് സംസാരിച്ചു. സിഡ്നിയിലെ ഒരു നല്ല റെസ്റ്റോറൻ്റാണ്, നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ്. ഞാൻ അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം ആ വിമൽ എന്ന് പറഞ്ഞ ചേട്ടനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചു. പക്ഷേ ആളും എന്നോടൊന്നും ഒത്തിരി പറയുന്നില്ല, ആരെയും ബ്ലെയിം ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇത് വിസയൊക്കെ ഫയൽ ചെയ്ത ഒരു ബോർഡാണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ എങ്ങനെ ഫയൽ ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം പറയാം, മാനുഷികമായി സംഭവിക്കാവുന്ന ഒരു തെറ്റിനെ പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് ആളുടെ പേരിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കേസുണ്ടോ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവും, വിസയിൽ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇല്ല എന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അപകടമാണ്. ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കേസ് നമുക്കറിയാവുന്നത് ഒരു ആനക്കൊമ്പിൻ്റെ ഒരു വിവാദം ഉണ്ട്. ഇനി അതാണോ എന്നാണ് മറുനാടൻ പറയുന്നത് എങ്കിലും നമുക്കറിയത്തില്ല എന്താണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഐഡിയലി ചെയ്യേണ്ടത് ഉണ്ട് എന്നും അതിൽ പുള്ളി കുറ്റാരോപിതനല്ല എന്നും പറഞ്ഞ് ഒരു സാധനം വെച്ചാൽ മതി. ഈസ് എ സെലിബ്രിറ്റി ആൻഡ് പുള്ളിയുടെ ഫോളോവേഴ്സിൻ്റെ അക്കൗണ്ട്, പുള്ളി നടത്തിയ സ്റ്റേജ് ഷോ, ട്രാവൽ ഹിസ്റ്ററി, ഇതിൻ്റെയൊക്കെ എവിഡൻസ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിസ ഗ്രാൻറ്റ് കിട്ടേണ്ടതാണ്. ഒരു മനുഷ്യനാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ലാലേട്ടൻ്റെ വീഡിയോയിൽ തന്നെ, സിംഗപ്പൂരിൽ നിന്ന് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ പുള്ളി പറയുന്നത്, എൻ്റെ വിസ എനിക്ക് കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻ. ഇറ്റ് കൻ ബി എ ടെക്നിക്കൽ ഓർ എ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഓർ എ എന്താ പറയുക, ഒരു AI ജനറേറ്റഡ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഐ ആം ടേക്കിംഗ് ഓൾ ദ ക്ലെയിം ഓൺ മീ. എൻ്റെ കുറ്റമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. AI ആവാം, ക്ലറിക്കൽ എറർ ആവാം എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും പുള്ളിക്ക് സംശയം അതാണ്. പക്ഷേ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാം ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ആ മനസ്സ് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതാണ് എനിക്കും പറയാനുള്ള കാര്യം. ലീഡേഴ്സ്, ട്രൂ ലീഡേഴ്സ്, ദേ വോണ്ട് ബ്ലെയിം എനി വൺ എൽസ്. പുള്ളി തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്നോട് ക്ഷമിക്കൂ എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ സഞ്ചരിക്കുമ്പോൾ, സർക്കുലേറ്റ് ചെയ്യുമ്പോൾ പല മലയാളികളുടെയും വളരെ തരം താണ കമൻറ്റുകൾ കാണുന്നതാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായത്. നമ്മൾ മലയാളികൾ മാത്രമാണോ ഇങ്ങനെ? അല്ലേ, എനിക്കൊന്ന് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. വെച്ചാൽ എല്ലാവരെയും നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അവർ നേരത്തെ പറയായിരുന്നു, ഇവർ നേരത്തെ പറയായിരുന്നു. ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരു വലിയ സിനാരിയോ കൂടെ കടന്നു പോകുന്നത്. ബിസിനസ് ക്ലാസ്സിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളെ എല്ലാം ഓസ്ട്രേലിയയിൽ എത്തിക്കുന്നതിൻ്റെ കോസ്റ്റ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾക്ക് മാത്രം വിസ കിട്ടത്തില്ല. കിട്ടാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിക്കാണും ഏതൊരു സംഘാടകനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോഹൻലാലിനെ പോലുള്ള ഒരാൾ അല്ലാതെ വേറൊരു അജണ്ടയ്ക്ക് നിൽക്കത്തില്ല. കാരണം പുള്ളിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഷോ നടത്തുന്ന ആളല്ല. ഇറ്റ് വിൽ ബി ഫോർ ഹിസ് പാഷൻ ഫോർ ഷുവർ, അല്ലേ? അത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഒരു വൺ സൈഡ് ചേർന്ന് പരിപാടി നടത്താൻ ഉദ്ദേശിച്ച ആൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായി കാണും എന്ന് ചിന്തിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി അതിനകത്ത് ചെയ്യാവുന്ന കുറച്ച് മര്യാദകളുണ്ടായിരുന്നു. നേരത്തെ തന്നെ വിസ വന്നിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഒരു സേഫ് മൂവ് ആയിരുന്നു. അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷേ എല്ലാവർക്കും എല്ലാം സാധിച്ചെന്ന് വരില്ല. എനിവേ, വാട്ട് എവർ ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇനി ഇങ്ങനെ നടക്കാതിരിക്കട്ടെ. വിസ അനൗൺസ് ആയി കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ വരുന്നതാണ് നല്ലത്. ഓസ്ട്രേലിയയുടെ വിസ കിട്ടാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ നേരത്തെ 2 സെലിബ്രിറ്റീസിനെ ഓസ്ട്രേലിയയെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ്ലി വിസ റിസർവേഷൻ വന്ന റാപ്പേഴ്സ് ആയിരുന്നു. നമ്മൾ ആ ഫയൽ ഇടപെട്ടതിന് ശേഷമാണ് അവർക്ക് വിസ കിട്ടിയത്. അവരിവിടെ അതിനുശേഷം വിസ അനൗൺസ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മളിതിനെ ടിക്കറ്റ്സ് സെയിൽ ചെയ്തതും ഒക്കെ ചെയ്തത്. അപ്പം അതൊരു നല്ല പ്രവണതയാണ്. കാരണം ഓസ്ട്രേലിയയുടെ വിസ കിട്ടുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. ഇനി നമ്മൾ ആസ് സ്റ്റുഡൻസ്, എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ സ്റ്റുഡൻസിൻ്റെ പേരൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓസ്ട്രേലിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റേ വെച്ചിട്ടൊരു മഞ്ഞ കാർഡ് കിട്ടും, ഒരു യെല്ലോ കാർഡ്. അതിനകത്ത് എഴുതുന്ന ഡീറ്റെയിൽസ് വരെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ആപ്ലിക്കേഷനോടൊപ്പം നമ്മളുടെ പ്രൊഫൈലിന് വേണ്ടി ഓരോ വിസ ഹോൾഡറിനും ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിൽ ഈ ഡീറ്റെയിൽസ് വരെ അപ്ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ, നിങ്ങളുടെ അഡ്രസ്സ് തുടങ്ങി എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഡിക്ലെയർ ചെയ്ത പ്രൊഡക്ട്സ് റോങ് ആയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നു, കൂടുതൽ പൈസ $10,000 ഓസ്ട്രേലിയൻ ഡോളറിനൊക്കെ കൂടുതൽ കൊണ്ടുവന്നു, അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഇതെല്ലാം മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഭാവിയിൽ നിങ്ങൾ PR അപ്ലൈ ചെയ്യുമ്പോഴോ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോഴോ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ തെളിവുകളും വീഡിയോസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മലയാളികൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കോമ്പറ്റീഷൻ കൊണ്ടോ ബിസിനസ്സിലെ കോമ്പറ്റീഷൻ കൊണ്ടോ ചിലപ്പോൾ സംഭവിച്ചതാവാം. ഇപ്പോൾ ഈ വിസ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ധരിപ്പിച്ച് കാണാം ഈ മോഹൻലാലിൻ്റെ പേരിൽ ഇങ്ങനൊരു കേസുണ്ട്, ദിസ് ഇസ് എ സിനാരിയോ കേട്ടോ. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണേൽ ആക്ട് ചെയ്യാം, വിസ കൊടുക്കാതിരിക്കാം, പിടിച്ചു വെക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ വളരെ എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഇപ്പോൾ എന്നെ ഒത്തിരി കുട്ടികൾ വിളിക്കാറുണ്ട്, ജോലി ചെയ്തത് കൂടിപ്പോയി ചേട്ടാ, എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി അങ്ങനെ ചെയ്യാതിരിക്കുക, ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇതിനി കൂടുതൽ പേരോട് പറഞ്ഞ്, ഇപ്പോൾ ഇത് ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പണികൾ അട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഫ്രണ്ടായിരിക്കും നിങ്ങളെ കാല് വരുന്നത്. കാരണം ഒരു പാർട്ടിയിൽ നിങ്ങൾ പോയിരുന്ന് സംസാരിക്കുകയാണ്, ഒരു 15 പേരുള്ള ഒരു ഗ്യാതറിങ്ങിൽ നിങ്ങൾ പോയി പറയുകയാണ്, ഞാൻ ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്, ഇത് എൻ്റെ വർക്ക് വിസ കണ്ടീഷനേക്കാളും കൂടുതലാണ്, ഞാൻ ക്യാഷ് ഇൻ ഹാൻഡാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ചു, ഒരു വീരവാദമായിട്ട് പറഞ്ഞെന്ന് വെച്ചു. കേട്ടിരിക്കുന്ന ഒരുത്തിന് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ ഹി ക്യാൻ റിപ്പോർട്ട്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മതി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഈ ഡീറ്റെയിൽസൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. എല്ലാ കാന്താരിയും കലിപ്പനും അവരുടെ അക്കൗണ്ടിൽ ഫസ്റ്റ് ക്രൈ എന്നും പറഞ്ഞ് ഡേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏത് വർഷം പാസ് ഔട്ട് ആയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, നിങ്ങളുടെ മെയിൽ ID നോക്കി അതിൻ്റെ സൈഡിൽ തന്നെ കാണും 2005, 2004 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കണം. ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത് ഇങ്ങനെയൊക്കെ പണികൾ വളരെ ഈസി ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു കഥ പറയാം. നമ്മുടെ ഹൊലാവേൾഡിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു തവണ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഓണത്തിൻ്റെ സമയത്ത് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് ഒരു ഇന്ത്യൻ സ്റ്റോറിൻ്റെ വാതിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ പയ്യനെ കണ്ടു. ആൾ ഇച്ചിരി ഷാബിയായിട്ട് നടക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ കാണുന്ന പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ ഒരു സുന്ദരൻ മിടുക്കൻ ചെറുക്കൻ. ഇവിടെ വന്നതിന് ശേഷം പുള്ളി ഇച്ചിരി മേ ബി ഹീസ് ഗോയിങ് ത്രൂ എ സ്ട്രഗിൾ. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞങ്ങൾ ഇത്ര നേരം നന്നായി സ്റ്റെയർ ചെയ്ത് നോക്കുന്നത് ഈ ചേട്ടനാണോ ആ ചേട്ടൻ നോക്കിയതായിരിക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം ചേട്ടാ എന്നെ മനസ്സിലായോ? അപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് പേര് മനസ്സിലായത്. അപ്പോൾ തന്നെ ഞാൻ എന്നാടാ എന്താ അപ്പം നമ്മൾ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളിക്ക് ജോലി ആയിട്ടില്ല, എന്തെങ്കിലും വിഷമം കൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനൊരു മലയാളി ചേട്ടൻ, നമ്മുടെ മലയാളി അസോസിയേഷനിലൊക്കെ ഉള്ള ഒരു ചേട്ടൻ വഴി പുള്ളിക്കൊരു ജോലി സെറ്റാക്കി. ആ പുള്ളിക്കൊരു സ്ഥാപനമുണ്ട്, ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്റ്റോറിലേക്ക് ജോലിക്ക് പോയി. ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. ഇവനെ ഫുഡ് കൊടുക്കുന്നു, ഇവനെ ടേക്ക് കെയർ ചെയ്യുന്നു, ഇവനെ പിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആ ചേട്ടനാണ്. ആൻഡ് ഓൺ ബോർഡ് ചെയ്തു. പുള്ളി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ ഈ പയ്യൻ കാണാൻ വന്നപ്പോൾ, ചേട്ടാ എനിക്ക് ശമ്പളമൊന്നും കിട്ടിയില്ല, ചേട്ടനെ ഇന്ന് കറക്റ്റായിട്ട് കുറച്ച് പൈസ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ചേട്ടാ നിനക്ക് റൈറ്റ്സ് ഉണ്ട്, നീ ഫെയർ വർക്ക് ഒംബുഡ്സ്മാനിൽ പോയി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇത്ര മണിക്കൂർ ജോലി നിനക്ക് ശമ്പളം കിട്ടിയില്ല എന്നുള്ളത് പറഞ്ഞാൽ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇത് അറിഞ്ഞതിന് ശേഷം അവിടെ പോയി ഇതുപോലൊരു കൂട്ടുകാരനോട് ഷെയർ ചെയ്തു ന്യൂസ്. ഇതെല്ലാം എനിക്ക് ജസ്വിൻ ചേട്ടനാണ് പറഞ്ഞത്, ഹൊലാവേൾഡിലെ ചേട്ടനാണ്. എങ്ങനെ ഇരിക്കണം? ഈ കൂട്ടുകാരൻ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, വളരെ സന്തോഷമായിട്ട് ആ പുള്ളിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നയാളാണ്. ആ പുള്ളി ഇത് ഈ പുള്ളിയോട് പറയുകയും ഈ പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. ഈ ബിസിനസ് നടത്തുന്നയാൾ എന്നെ വിളിച്ച്, ജസ്വിൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എനിക്കെതിരെ തിരികെ കയറ്റി. ഞാൻ പറഞ്ഞു എനിക്ക് മൊത്തം അറിയത്തില്ല, അവന് ശമ്പളം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ആസ് ആൻ എഡ്യൂക്കേഷൻ ഏജൻറ്റ് ഞാൻ എൻ്റെ ഡ്യൂട്ടി അവൻ്റെ ലീഗൽ സൈഡ് പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു പറഞ്ഞു, ഈ പുള്ളി ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നതും എവിടെ നിന്നൊക്കെ, ഇപ്പം പുള്ളി വേറൊരു മലയാളികളോട് വർക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്യാഷ് പുള്ളിയുടെ അക്കൗണ്ടിൽ കൂടെ മേടിക്കുന്നുണ്ട്, ടാക്സ് ഇവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ വേണേൽ റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് ഹീസ് ഗോട്ട് ഇസ് ഓൾ ഹിസ് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ ആ പയ്യനെ വിളിച്ച് പറഞ്ഞു, ആ പയ്യനെ എത്ര ഇഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ല, എടാ നിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കറിയാം, നീ ആക്ഷനൊന്നും എടുക്കണ്ട. കാരണം സ്റ്റുഡൻറ്റ് വിസയിലുള്ള ആൾ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റിനോടോ സിറ്റിസനോടോ ആവശ്യമില്ലാതെ മുട്ടാൻ പോകുമ്പോൾ ഓർക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ സൈഡ് ഫുൾ ക്ലിയർ ആണെന്ന്. കാരണം ഇത് വെച്ചിട്ട് ആ പുള്ളിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അവനെ ഞാൻ ഡയല്യൂട്ട് ചെയ്ത് വിട്ടു, ആ പ്രശ്നം സോൾവ് ചെയ്തു. ഇതിന് ഞാൻ ഇത് പറയാൻ കാരണം വേറൊരു കേസാണ്. നമ്മുടെ ഒരു സുഹൃത്ത് മെൽബണിലുള്ള ഒരാൾ ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്. പുള്ളിയുടെ വീട്ടിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് താമസിക്കാൻ വന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്.
വന്നതിന് ശേഷം വീട് മുഴുവൻ വാടക കൊടുക്കാണ്ട് അവിടെ പാർട്ടിയൊക്കെ നടത്തി നശിപ്പിച്ച് ഡോറൊക്കെ പൊളിച്ചൊക്കെ വെച്ചു, അങ്ങനെ എന്തോ ചെയ്തു. എന്നിട്ട് പുള്ളി വാടക കൊടുക്കാണ്ട് അവിടുന്ന് എക്സിറ്റായി പോയപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഇയാൾക്ക് അറിയാമായിരുന്നു. ഇയാളിത് റിപ്പോർട്ട് ചെയ്തു, ആ കുട്ടിയെ ഡീപ്പോർട്ട് ചെയ്തു. മലയാളി സ്റ്റുഡൻറ്റിനെയാണ്, ഒരു മലയാളിയാണ് ഡീപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പറഞ്ഞാൽ ആരും അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, നീതി അല്ലാതെ എന്ത് നടന്നാലും അത് റിപ്പോർട്ട് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് വെരി കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ പ്രായം എങ്ങാണ്, നിങ്ങൾ ആരോട് എന്ത് സംസാരിക്കുന്നു, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ വിസയിൽ എഴുതിയിരിക്കുന്ന കണ്ടീഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയ വളരെ സ്ട്രിക്റ്റ് ആണ്. ലാലേട്ടന് പോലും വിസ കിട്ടിയില്ലെങ്കിലാണോ നിങ്ങൾ? ഞാനിത് പറയാൻ കാരണം പല പേരൻസും ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്താ വിസ കിട്ടാനേ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞത് ചില പർട്ടിക്കുലർ പേരൻസ് ചില യൂണിവേഴ്സിറ്റി തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് നിർബന്ധിച്ച് റിസർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ആൻസർ, നിങ്ങളുടെ പ്രൊഫൈൽ എത്ര കിട്ടിലോ ആയിക്കോട്ടെ, ഒരു സാധാരണക്കാരനെ വിസ റിജക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പത്മഭൂഷൺ കിട്ടി, എല്ലാ അവാർഡ്സും കിട്ടി, എല്ലാ ചെക്കും ക്ലിയർ ചെയ്യാണ്ട് ഈ സാധനങ്ങളൊന്നും കൊടുക്കുകയല്ലോ ഈ മനുഷ്യനെ വിസ റിജക്റ്റ് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് ആയെങ്കിൽ നിങ്ങളുടെ ആരുടെ വേണേലും വിസ റിജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല ഏജൻറ്റിനെ കണ്ടെത്തി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിരിക്കുക, അതെല്ലാം കൃത്യമായി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാം. ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ അറിയാവുന്നൊരു കാര്യം, നിങ്ങൾ കള്ളം പറയരുത്, എഴുതുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ എഴുതുന്ന കാര്യങ്ങൾ, അതിനെ സപ്പോർട്ടിങ് എവിഡൻസും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അടുത്തൊരു കാര്യം, ഈയിടെ ബ്രിസ്ബെയിനിൽ നിന്ന് 7 ദിവസത്തെ ഇല്ലീഗൽ സ്റ്റേ നടന്നു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് ഒരു ഫാമിലീനെ മുഴുവൻ ഡീപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഒരു സ്റ്റുഡൻറ്റ് 485 വിസ ഏറ്റവും അവസാന നിമിഷത്തേക്ക് ലോഡ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവരെ, കാരണം അത്രയും ദിവസം കൂടെ ഞാൻ മേടിച്ച് ഞാൻ കേമനാവുമല്ലോ. അതായത് സ്റ്റുഡൻറ്റ് വിസ തീരുന്നത് മാർച്ചിലായിരിക്കും, നിങ്ങളുടെ കോഴ്സ് നവംബറിൽ തീരും. അപ്പോൾ ഈ മാർച്ച് ആകുമ്പോഴേ ഞാൻ സ്റ്റുഡൻറ്റ് വിസ ലോഡ് ചെയ്യുന്ന, അല്ല 485 ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇനി ആ ഡേറ്റ് തൊട്ട് 2 വർഷമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അറ്റപ്പറ്റ വെച്ച് ഗെയിം കളിക്കാതിരിക്കുക. കാരണം ആ സമയത്തായിരിക്കും ഇവർ ഫീസ് കൂട്ടുന്നത്, ഒന്നെങ്കിൽ വിസ ഫീസ് കൂട്ടുന്നത്, 2 ആ സമയത്ത് എന്തെങ്കിലും സിസ്റ്റം ഡൗണോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാം. പിന്നെ എല്ലാ അവസാന നിമിഷത്തേക്ക് വെക്കുന്ന ഒരു രീതി പല സ്റ്റുഡൻസിനും ഉണ്ട്. ഇപ്പോൾ ഈ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസി ആവുന്നത് വിസ ലോഡ്ജിങ് വരുന്നത് ഈ എൻഡ് ഡേറ്റിനോട് അടുപ്പിച്ച്. അന്നേരം ഇവർ മെഡിക്കൽ എടുത്തിട്ടുണ്ടാവുകയില്ല, പോലീസ് ചെക്ക് എടുത്തിട്ടുണ്ടാവുകയില്ല, ആൻഡ് PT ഡേറ്റ് എടുക്കാൻ നോക്കി അത് കിട്ടത്തുമില്ല, എക്സാമിൻ്റെ ഡേറ്റ്. അപ്പോൾ ഈ അതിബുദ്ധിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. കാരണം PT ഡേറ്റ് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും, ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ. ഞങ്ങൾ ചെയ്യത്തില്ല. PT ഡേറ്റ് ഇതിന് ശേഷമാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് ഓഫീസർ എടുത്ത് നോക്കുന്ന സമയത്ത് PT വാലിഡായിട്ടുള്ള PT ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റൻഷനകത്ത് ഒരുപാട് ലോയേഴ്സും മൈഗ്രേഷൻ ഏജൻസും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, കുട്ടികൾ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിക്കേണ്ട, 2 year old ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിൽ എക്സംഷൻ ഉണ്ട് എന്ന് കരുതി പല കുട്ടികളും അത് ഇല്ലാണ്ട് വെക്കുന്നുണ്ട്. ഒരു 50% ആൾക്കാർക്ക് റിജക്ഷൻ വരുന്നുണ്ട്, ട്രൈബ്യൂണലിൽ പോകുന്നുണ്ട്. അപ്പോൾ ട്രൈബ്യൂണലിൽ പോയാൽ ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്സ്, അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ 485 വിസയ്ക്കായാൽ നമുക്ക് 1 year old ആയിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റും, സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റൻഷന് വെക്കുമ്പോൾ 2 yearനകത്തുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റും മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് ഒക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ട്. ഇത് ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ പാസ്സായ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ചെയ്യുക. ഒരിക്കലും വിസ കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഓണസ്റ്റായിട്ടായിരിക്കും പറയണം, അതിൻ്റെ എവിഡൻസസും കൃത്യമായിട്ട് വെക്കണം. ഓസ്ട്രേലിയൻ വിസ ഈസ് നോട്ട് ആൻ ഈസി ബിസിനസ് that you will understand. Even if Mohanlal did not get a visa, think about your condition. So be ready, go with right strategy, get all supporting documents and lodge it calmly, peacefully. എല്ലാം കാലെ കൂട്ടി കണ്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ അവസാന നിമിഷത്തേക്ക് വെക്കരുത്. This is Jaswin signing out from Kolkata.